ചോദ്യം 106. സഹകരണ ആർബിട്രേഷൻ കോടതിയിൽ ഒരു തർക്ക പരിഹാര പരാതി ലഭിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ വിധി പ്രസ്താവിച്ചിരിക്കണം. സഹകരണ ആർബിട്രേഷൻ കോടതിയിൽ ഒരു തർക്ക പരിഹാര പരാതി ലഭിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ അത് സംബന്ധിക്കുന്ന വിധി പ്രസ്താവിച്ചിരിക്കണം. നിയമന ദിവസം മുതൽ 3 വർഷത്തിനുള്ളിൽ സമാപ്തീകരണ നടപടികൾ ലിക്വിഡേറ്റർ പൂർത്തീകരിക്കണം. The liquidator shall complete his winding up proceedings within a period of 3 years from the date of appointment. ഏതെങ്കിലും നിയമത്തിലോ ചട്ടത്തിലോ എന്ത് തന്നെ ഉൾപ്പെട്ടിരുന്നാലും സഹകരണ സംഘം രജിസ്ട്രാറോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അല്ലാതെ മറ്റൊരു മേധാവിക്കും കമ്മീഷനും സംഘങ്ങളിലെ കടക്കാരുടെ കാർഷിക കടങ്ങളോ കാർഷികേതര കടങ്ങളോ എഴുതിത്തള്ളാൻ അധികാരമുണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ സഹകരണ നിയമത്തിൻ്റെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചൊരു കാര്യമാണ് നമ്മളിത്. അത് കുറച്ച് വളഞ്ഞ വഴിക്ക് ചോദിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം. പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ്റെ സർവീസ് രജിസ്റ്ററിലെ രേഖപ്പെടുത്തലുകൾ പ്രസിഡന്റ് പ്രമാണ്യപ്പെടുത്തേണ്ടതാണ്. ദ എൻട്രീസ് ഇൻ ദ സർവീസ് രജിസ്റ്റർ ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാൾ ബി ഓതൻറ്റിക്കേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ചോദ്യം. രജിസ്ട്രാറിൽ നിന്നും രേഖാമൂലമുള്ള അഭ്യർത്ഥന ലഭിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം സംഘം ഭരണസമിതി ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കേണ്ടതാണ്. രജിസ്ട്രാറിൽ നിന്നും രേഖാമൂലമുള്ള അഭ്യർത്ഥന ലഭിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ സംഘം ഭരണസമിതി ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കേണ്ടതാണ്. ഏത് ഇടപാട് നടത്തിയാലാണ് ആസ്തിയിലും ബാധ്യതയിലും കുറവ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കടപ്പത്രം തിരികെ വാങ്ങിക്കുമ്പോൾ അഥവാ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഡിക്രീസ് ദ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റി. ആവശ്യത്തിൽ കൂടുതൽ തേയ്മാനം എഴുതി തള്ളുന്നത് രഹസ്യ രീതിയിൽ കരുതൽ ധനം വയ്ക്കുന്നതിനാണ്. ആവശ്യത്തിൽ കൂടുതൽ ഡിപ്രീസിയേഷൻ എഴുതി തള്ളുന്നത് സീക്രട്ട് റിസർവ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ലാഭനഷ്ട കണക്കിൽ കാണാത്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. പുതിയ മെഷീനറി ഘടിപ്പിക്കാനുള്ള ചിലവ്. ഇൻസ്റ്റലേഷൻ ചാർജ് ഓഫ് എ ന്യൂ മെഷീനറി ഡസ് നോട്ട് അപ്പിയേഴ്സ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത ചോദ്യം. പേഴ്സണൽ റിയൽ അക്കൗണ്ടുകളുടെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലേക്കാണ്. പേഴ്സണൽ റിയൽ അക്കൗണ്ടുകളുടെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലേക്കാണ്. ഒരു നോൺ ട്രേഡിംഗ് സ്ഥാപനത്തിൽ പലിശ ലഭിച്ചത് ക്യാപിറ്റൽ വരവ് അല്ല. ഒരു നോൺ ട്രേഡിംഗ് സ്ഥാപനത്തിൽ പലിശ ഇനത്തിൽ വരുമാനം ലഭിച്ചാൽ അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് അല്ല. ഇൻ എ നോൺ ട്രേഡിംഗ് കൺസേൺ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ റിസീപ്റ്റ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. ബാങ്കിൽ കളക്ഷന് വേണ്ടി അയച്ചു കൊടുക്കുന്ന ബിൽ അനാദരിക്കപ്പെട്ടാൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ്. ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ ഓഫ് ബിൽസ്. When a bill sent to bank for collection is dishonored, the account to be credited is bank account for collection of bills. അടുത്ത ചോദ്യം. കൺസൈനി വിൽപ്പന നടത്തുമ്പോൾ അയാളുടെ പുസ്തകത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ്. കൺസൈനറുടെ അക്കൗണ്ട്. ഒരു സഹകരണ സംഘത്തിൽ അഡ്മിഷൻ ഫീസിൽ കൂടി ലഭിക്കുന്ന വരുമാനം ഒരു റവന്യൂ വരവാണ്. സഹകരണ സംഘത്തിൽ അഡ്മിഷൻ ഫീസിൽ കൂടി ലഭിക്കുന്ന വരുമാനം റവന്യൂ വരവാണ്. ബിൻ കാർഡ് സൂക്ഷിക്കുന്നത് സ്റ്റോർ കീപ്പറാണ്. ബിൻ കാർഡ് സൂക്ഷിക്കുന്നത് സ്റ്റോർ കീപ്പറാണ്. സൈക്കിൾ നിർമ്മാണ വ്യവസായത്തിൽ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. ഈ ഒരു സമവാക്യത്തിൽ ഒ എന്നത് ഒരു ഓർഡർ നൽകുന്നതിനുള്ള ചിലവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓർഡർ നൽകുന്നതിനുള്ള ചിലവ്. അടുത്ത ചോദ്യം. കിട്ടാക്കടത്തിനുള്ള കരുതൽ ട്രയൽ ബാലൻസിൽ കണ്ടാൽ അത് ഒരു ലാബിലിറ്റിയാണ്. കിട്ടാക്കടത്തിനുള്ള കരുതൽ ട്രയൽ ബാലൻസിൽ കണ്ടാൽ അതൊരു ലാബിലിറ്റിയാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് എ ലാബിലിറ്റി. വരവിനെയും ചിലവിനെയും കാണിക്കുന്ന അക്കൗണ്ടുകളെ താൽക്കാലിക അക്കൗണ്ട് എന്ന് വിളിക്കാം. വരവിനെയും ചിലവിനെയും കാണിക്കുന്ന അക്കൗണ്ടുകളെ ടെമ്പററി അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം. മുൻകൂർ കൊടുത്തതും കൊടുക്കാൻ ബാക്കിയുള്ളതുമായ ചിലവുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ക്രമീകരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ മാച്ചിങ് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1999 ഏപ്രിൽ മാസം മുതൽ സ്റ്റോക്കിൽ മൂല്യനിർണ്ണയം നടത്തുന്നത് ഉത്തരം ഓപ്ഷൻ ബി AS2 പ്രകാരമാണ്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ബാധ്യതാ ഭാഗത്താണ്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. കൂലി കൊടുത്തത് തെറ്റായി ശമ്പള അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയാൽ അത് എറർ ഓഫ് പ്രിൻസിപ്പളാണ്. കൂലി കൊടുത്തത് തെറ്റായി ശമ്പള അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയാൽ അത് എറർ ഓഫ് പ്രിൻസിപ്പളാണ്. ഒരു ബിസിനസ് സ്ഥാപനം രൂപീകരണത്തിന് മുമ്പ് ഉണ്ടാക്കിയ ലാഭത്തെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു.
ഒരു ബിസിനസ് സ്ഥാപനം രൂപീകരണത്തിന് മുമ്പുണ്ടാക്കിയ ലാഭത്തെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. ഗുഡ്സിൻ്റെ സ്റ്റോക്കിൽ നിന്നും സാമ്പിൾ കൊടുത്താൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട്. ഗുഡ്സിൻ്റെ സ്റ്റോക്കിൽ നിന്നും സാമ്പിൾ കൊടുത്താൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട്. അടുത്ത ചോദ്യം, ഒരു കോൺട്രാ എൻട്രിക്ക് ഉദാഹരണമാണ് ചെക്ക് ബാങ്കിൽ നിക്ഷേപിച്ചത്. ഒരു കോൺട്രാ എൻട്രിക്ക് ഉദാഹരണമാണ് ചെക്ക് ബാങ്കിൽ നിക്ഷേപിച്ചത്. ഡിമിനിഷിംഗ് ബാലൻസിംഗ് രീതിയിൽ തേയ്മാനം കണക്കാക്കുന്നത് ബുക്ക് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബുക്ക് വാല്യൂ. സ്റ്റോക്കിൽ ഉണ്ടാകുന്ന അത്യാഹിത നഷ്ടം കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. സ്റ്റോക്കിൽ ഉണ്ടാകുന്ന ആക്സിഡൻ്റൽ ലോസ് കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. താഴെ പറയുന്നവയിൽ സാങ്കല്പികമായ ആസ്തി അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഗുഡ്വിൽ. താഴെ പറയുന്നവയിൽ സാങ്കല്പികമായ ആസ്തി അല്ലാത്തത് ഗുഡ്വിലാണ്. KYC എന്നാൽ നോ യുവർ കസ്റ്റമർ അഥവാ നിങ്ങളുടെ ഇടപാടുകാരെ അറിയുക. KYC എന്നാൽ നിങ്ങളുടെ ഇടപാടുകാരെ അറിയുക. നോ യുവർ കസ്റ്റമർ. TDS മീൻസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. TDS മീൻസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ഒരു ചെക്കിലെ പണം കൊടുക്കൽ ആർക്കാണ് വിലക്കുവാൻ കഴിയുക? ഉത്തരം ചെക്കിലെ ഡ്രോയർ. എ ഡ്രോയർ ക്യാൻ സ്റ്റോപ്പ് ദ പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക്. സാമൂഹിക ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സബ്സിഡികൾ ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് മാറ്റുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. സാമൂഹിക ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സബ്സിഡികൾ ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് മാറ്റുന്നതിനെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം, നിക്ഷേപത്തിൽ ലിക്വിഡിറ്റിയും പലിശയും ആഗ്രഹിക്കുന്നവർ ഡാഷ് ഇഷ്ടപ്പെടുന്നതാണ്. SB ഡെപ്പോസിറ്റ്. നിക്ഷേപത്തിൽ ലിക്വിഡിറ്റിയും പലിശയും ആഗ്രഹിക്കുന്നവർ സേവിംഗ് ഡെപ്പോസിറ്റ് ഇഷ്ടപ്പെടുന്നു. സേവിംഗ് ഡെപ്പോസിറ്റിന് പലിശയും ലഭിക്കുന്നുണ്ട്, കൂടാതെ ഏത് സമയത്തും അത് പിൻവലിക്കാനും കഴിയുന്നതാണ്. ഒരു ചെക്കിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ സാധുതാ കാലം ഇഷ്യൂ ചെയ്യുന്ന ദിവസം മുതൽ 3 മാസമാണ്. ഒരു ചെക്കിൻ്റെ സാധുതാ കാലം ഇഷ്യൂ ചെയ്യുന്ന ദിവസം മുതൽ 3 മാസമാണ്. സഹകരണ ബാങ്കുകളുടെ റെഗുലേറ്ററി അതോറിറ്റി സഹകരണ സംഘം രജിസ്ട്രാറാണ്. സഹകരണ ബാങ്കുകളുടെ റെഗുലേറ്ററി അതോറിറ്റി സഹകരണ സംഘം രജിസ്ട്രാറാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പൊതു ഉദാഹരണം അല്ലാത്തതേതാണ്? ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രാവലേഴ്സ് ചെക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ട്രാവലേഴ്സ് ചെക്ക്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ എൻഡോസ്മെൻറ്റ് ഇനത്തിൽ പെടാത്തതേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്വതന്ത്ര എൻഡോസ്മെൻറ്റ്. ഫ്രീ എൻഡോസ്മെൻറ്റ് ഈസ് നോട്ട് ആൻ എൻഡോസ്മെൻറ്റ്. ഒരു ഇടപാടുകാരൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കുകയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കുകയും ചെയ്താൽ ബാങ്കർ കസ്റ്റമർ ബന്ധം ഡെറ്റർ ക്രെഡിറ്റർ ബന്ധമായിരിക്കും. ഒരു ഇടപാടുകാരൻ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിക്കുകയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കുകയും ചെയ്താൽ ബാങ്കർ കസ്റ്റമർ ബന്ധം ഡെറ്റർ ക്രെഡിറ്റർ ആയിരിക്കും. ഒരു പ്രോമിസറി നോട്ടിൻ്റെ സാധുത അതിൻ്റെ എക്സിക്യൂഷൻ ഡേറ്റ് മുതൽ 3 വർഷം വരെയായിരിക്കും. ഒരു പ്രോമിസറി നോട്ടിൻ്റെ സാധുത അതിൻ്റെ എക്സിക്യൂഷൻ തീയതി മുതൽ 3 വർഷം വരെ ആയിരിക്കും. ഏതുതരം സഹകരണ ബാങ്കുകളാണ് അവയുടെ CRR നിർബന്ധമായി RBIയിൽ നിലനിർത്താൻ നിഷ്കർഷിച്ചിട്ടുള്ളത്? ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് RBI. ഭാരതീയ റിസർവ് ബാങ്ക് രൂപീകൃതമായത് 1935 ഏപ്രിൽ 1-ാം തീയതിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ April 1, 1935. ഹ്രസ്വകാല സഹകരണ വായ്പാ ഘടനയുടെ പ്രശ്നങ്ങൾ വിശകലനം നടത്തി പുനരുജ്ജീവനത്തിനുള്ള കർമ്മ പദ്ധതി നിർദ്ദേശിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കർമ്മസേനയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൈദ്യനാഥൻ. ഹ്രസ്വകാല സഹകരണ വായ്പാ സംഘടനയുടെ പ്രശ്നങ്ങൾ വിശകലനം നടത്തി പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി നിർദ്ദേശിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കർമ്മസേനയുടെ അധ്യക്ഷൻ വൈദ്യനാഥനായിരുന്നു. വൈദ്യനാഥൻ വാസ് ദ ചെയർമാൻ ഓഫ് ടാസ്ക് ഫോഴ്സ് appointed by Government of India to analyze the problem of the short-term cooperative credit structure and suggest the action plan for revival. 2020 നവംബർ 1 സഹകരണ ബാങ്കുകളുടെ SLR എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 18%. അടുത്ത ചോദ്യം,
കാലാവധി പൂർത്തിയാക്കിയതും മടക്കിക്കൊടുക്കാൻ സമയം ആയതുമായ നിക്ഷേപത്തിന് ആവശ്യമായ തരളധനം എത്ര? ദ ഫ്ലൂയിഡ് റിസോഴ്സസ് റിക്വയർഡ് ഫോർ മെച്യൂർ ആൻഡ് ഡ്യൂ ഫോർ പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് ഈസ് 100%. തരളധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലൂയിഡ് റിസോഴ്സസ് ആണ്. കേരള ബാങ്ക് ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടതെന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2019 നവംബർ 29. പ്രാഥമിക കാർഷിക വായ്പാ സംഘം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്ത സഹകരണ സംഘം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റി. KCCയിലൂടെ നൽകുന്ന ഹ്രസ്വകാല കാർഷിക വായ്പകൾ കൃത്യമായി അടയ്ക്കുന്ന കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻട്രസ്റ്റ് സബ്വേഷൻ നിരക്ക് എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5%. വകുപ്പ് 57B പ്രകാരമുള്ള കേരള സഹകരണ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം 2012 സ്ഥാപിതമായി. വകുപ്പ് 57B പ്രകാരമുള്ള കേരള സഹകരണ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം 2012 സ്ഥാപിതമായി. അടുത്ത ചോദ്യം, പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നല്ല നിക്ഷേപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സേവിംഗ് ബാങ്ക് നിക്ഷേപം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഡിമാൻഡ് നിക്ഷേപം ഏതാണ്? കറണ്ട് നിക്ഷേപം. കറണ്ട് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. NI ആക്ടിൻ്റെ വകുപ്പ് 18 പ്രകാരം ഒരു ചെക്കിൽ അക്ഷരത്തിലും അക്കത്തിലും എഴുതിയിട്ടുള്ള തുക വ്യത്യസ്തമാണെങ്കിൽ അക്ഷരത്തിലുള്ള തുകയാണ് നൽകേണ്ടത്. NI ആക്ടിൻ്റെ വകുപ്പ് 18 പ്രകാരം ഒരു ചെക്കിൽ അക്ഷരത്തിലും അക്കത്തിലും എഴുതിയിട്ടുള്ള തുക വ്യത്യസ്തമാണെങ്കിൽ അക്കത്തിലുള്ള തുകയാണ് നൽകേണ്ടത്. കേരളത്തിലെ ഹ്രസ്വകാല സഹകരണ വായ്പാ ഘടന ദ ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള ഈസ് ടയർ. ദ ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള ഈസ് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇൻഷ്വേർഡ് ബാങ്ക് അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഷ്വേർഡ് ബാങ്ക്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്. റൂറൽ സഹകരണ ബാങ്ക് ഒരു ഇൻഷ്വേർഡ് ബാങ്ക് അല്ല. അപ്പം 160 ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 90% പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിയുന്നതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു.